ഇന്നൊരു പ്രൊഫസർ, ഒരു കോളേജ് പ്രൊഫസർ ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞപ്പോൾ കോളേജ് പ്രൊഫസറിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏത്? ബിനീഷ് ജോയി, ഇടുക്കിന്ന. ഇങ്ങയുടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇങ്ങയുടെ സാക്ഷ്യം പറയണത്, ഇങ്ങയുടെ വിഷയം എന്ന് പറയണത് 2018 PhDക്ക് ഡോക്ടറേറ്റിന് തീസിസ് ആരംഭിച്ചതാണ്. 2018 കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയായി? 26 അപ്പോൾ 6 കൊല്ലത്തോളം ഇയാളുടെ തീസിസിന് ഒരു മൂവ്മെൻറ്റും ഇല്ല. തീസിസ് സർവകലാശാല സബ്മിറ്റ് ചെയ്തു, പക്ഷേ അതിന് കുറേ നടപടിക്രമങ്ങളുണ്ട്. ആ ഡോക്ടറേറ്റ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അത് അംഗീകരിക്കണത് ഒരു വിഷയമാണ്. അതിനുശേഷം അതിൻ്റെ അടുത്ത പ്രൊസീജിയർ എന്ന് പറയണത് ഇങ്ങയുടെ ലേഖനങ്ങൾ, അന്വേഷണാത്മകമായ ലേഖനങ്ങൾ വളരെ ലീഡിങ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ജേർണലിൽ പ്രസിദ്ധീകരിക്കണം. ഇത് നടക്കത്തില്ല, വലിയ പാടാണ്. ഇൻ്റർനാഷണൽ ജേർണലുണ്ട്, ഓൺലൈനുണ്ട്, അല്ലാത്തതുണ്ട്. അവിടെ ഈ ഇയാളുടെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കണം. അങ്ങനെ പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഇതിന് ക്വാളിറ്റേറ്റീവ്ലി ഡെപ്ത് ഉള്ളതായിരിക്കണം. നല്ല അമൂല്യമായ പുതിയ വിഷയമായിരിക്കണം. ഇതുവരെയൊക്കെ പ്രസിദ്ധീകരിക്കാത്ത സബ്ജക്റ്റ് ആയിരിക്കണം. പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാകണം. അങ്ങനെ കുറേ ചാലഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് എന്നാ ചെയ്യണത്, ഈ പ്രൊഫസറിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് ഇപ്പോൾ. പ്രൊഫസറിൻ്റെ തീസിസ് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ജേണലും അംഗീകരിക്കണില്ല. അങ്ങനെ 1 കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലം വയസ്സ് പോണ പോക്ക് കണ്ടില്ലേ. ഇപ്പം UGC ഒക്കെ വരുമ്പോൾ ഈ ഡോക്ടറേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രൊഫസറൊന്നും ആകാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. കാര്യം വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന കക്ഷികളെ എപ്പോഴും ഭയങ്കര കലിബറില്ലാത്തവരാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരമല്ല പോണത്, നമ്മുടെ തലമുറകൾ തന്നെ പോകും. പുറത്ത് പോണവരെക്കുറിച്ച് എനിക്ക് ഉത്കണ്ഠയില്ല. ആ പുറത്ത് പോണവരെ കൊണ്ട് അകത്ത് പ്രയോജനമില്ലല്ലോ. കേരളം നന്നാകണമെന്നുണ്ടെങ്കിൽ കാശ് കിട്ടിയാൽ മാത്രം പോരാ, തലക്കന ഉള്ളവർ ഇവിടെ കിടക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ തലമുറകൾ നന്നായി വരത്തുള്ളൂ. അപ്പോൾ പുറത്ത് പോണവർ അവർ പോയി നന്നാകട്ടെ, അവർക്ക് വേറെ ഇവിടെ ഒരു ഓപ്ഷൻ കിട്ടാത്തത് കൊണ്ടല്ലേ അവർ പോണത്. അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. പക്ഷെ അവർക്കൊരു ഡയറക്റ്റ് നമുക്ക് പ്രയോജനമില്ല. അപ്പനമ്മക്കും കുറച്ച് പോലെ ഡോളർ അയച്ചു കൊടുക്കണമെന്നില്ലാതെ വേറെ വേലാ പരിപാടിയൊന്നും അതൊക്കെ നടക്കത്തില്ല. പക്ഷെ ഇവിടെ ഉള്ളവനെ പൊക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള പ്രൊഫസർമാർ തലക്കനുള്ളവരായിരിക്കണം. അല്ലാതെ പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു BA MA എടുക്കും, ഒരു ഏതെങ്കിലും മാനേജ്മെൻറ്റിനെ പോയി ചൊറുകിയ ചാക്കിട്ടിട്ട് പോയി കോളേജിൽ പോയി നിൽക്കണ കാണാം. ഈ മനുഷ്യനൊക്കെ എന്താണ് പഠിപ്പിച്ചതെന്ന് അവർക്ക് തന്നെ അറിയാൻ പറഞ്ഞു. അങ്ങനെ അന്നത്തെ കാലത്താണെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഭയങ്കര സമരവും, രണ്ടും കൂടി ആകുമ്പോൾ ഒത്തിരിക്കുകയും സമരവുമായി പൊട്ടന്മാരായ പ്രൊഫസർമാരും ആകുമ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഒക്കും. ഒരു കലിബറുള്ള പ്രൊഫസർമാർ കുട്ടികൾക്ക് പുതിയ ചക്രവാളങ്ങൾ തുറന്നിട്ട് കൊടുക്കും, അവരെ കൊണ്ട് ചെയ്യിക്കും, അവർക്ക് ത്രില്ല് കൊടുക്കും, ത്രൈവ് കൊടുക്കും, ഭയങ്കര മുന്നേറ്റം ഉണ്ടാകും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള വിഷയമുള്ളത് കൊണ്ട് അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ എന്നാണ് ഈ വിദ്യാഭ്യാസ മേഖല രക്ഷപ്പെട്ടു വരുന്നത്. അപ്പോഴാണ് UGC-യുമായിട്ട് ഇവർ അക്രഡിറ്റേഷൻ വേണ്ടി വരണത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മന്ദബുദ്ധികൾക്കൊന്നും കയറി പഠിപ്പിക്കാൻ പറ്റത്തില്ല. വല്ല പുസ്തകം കാണാപ്പാടം പഠിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കണ ചോദ്യങ്ങൾക്കെല്ലാം പേജ് നിറച്ച് എഴുതി വെച്ചിട്ട് റാങ്ക് മേടിക്കണ കക്ഷികൾക്കൊന്നും കയറി പഠിപ്പിക്കാൻ പറ്റത്തില്ല. കുറച്ച് തലയിൽ ആൾപ്പാർപ്പുള്ളവർക്ക് മാത്രമേ ഈ മേഖല വരാൻ പറ്റത്തുള്ളൂ. ഇപ്പം അത് കാരണം ഭയങ്കര സ്ക്രൂട്ടണിയാണ്. അതുകൊണ്ട് ഇയാളുടെ ഇപ്പം ഈ ലേഖനം ഇൻ്റർനാഷണൽ ജേണലിൽ പ്രസിദ്ധീകരിക്കണം, നടക്കത്തില്ല. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കണ്ടൻറ്റ് വൈസ് റിച്ചായിരിക്കണം, പിന്നെ പുതിയ ഇന്നൊവേഷൻ ഉണ്ടാകണം, അതിൻ്റെ പുതിയ കണ്ടൻറ്റ് ഉണ്ടാകണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ, ഭയങ്കര കോമ്പറ്റീഷൻ ഫീൽഡല്ലേ. 6 കൊല്ലമായിട്ട് ഇത് അനങ്ങളില്ല, വിരിയാത്ത മുട്ടപോലെ അങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ചീഞ്ഞു പോകും. മുട്ട ഇങ്ങനെ ഇരുന്ന് വിരിയാതെ ഒരു ടൈമൊക്കെ ഉണ്ടല്ലോ, അത് കഴിയുമ്പോൾ പറ്റിപ്പോകും. അതുപോലെ കാര്യം എന്താണ്, ഇത് ഈ പ്രസിദ്ധീകരിക്കാത്ത പേപ്പർ എന്ന് പറയുമ്പോൾ അതിങ്ങനെ
കാലങ്ങളോളം നീണ്ടു കഴിഞ്ഞാൽ ആ മേഖലയിലെ അതിനേക്കാൾ ഇടിവെട്ട് ആർട്ടിക്കിൾ വരുമ്പോൾ ഇത് പിന്നെ ഔട്ട്ഡേറ്റ് ആയി പോകും. അതാണ് വിഷയം. 6 കൊല്ലം പോയെന്ന് പറയുമ്പോൾ 1 കൊല്ലം മതി ഒരു ആർട്ടിക്കിൾ ഔട്ട്ഡേറ്റ് ആയി പോകാൻ. ഇൻ്റർനാഷണൽ ലെവലിലല്ലേ, നമ്മൾ കോമൺ ഫോറത്തിലാണ് മത്സരിക്കുന്നത്. അത് ജർമ്മനിയിൽ നിന്നും ജപ്പാനിൽ നിന്നും എല്ലാ ആർട്ടിക്കിൾ വരും. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഔട്ട്ഡേറ്റ് ആയി പോകും. ഒരു കാലത്തും നീന്തിയ കരകയറത്തില്ല, ആ പരുവത്തായി പോകും. ജീവിതം അങ്ങ് മുങ്ങിപ്പോവുകയാണ് കാണുന്നത്. അതിന് യഥാർത്ഥ വശം കണ്ട ജീവിതം മുങ്ങിപ്പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ വൈഫ് പറഞ്ഞേ, നിങ്ങൾ ഇനി ഇൻ്റർനാഷണൽ ലെവലിലെ ഇത് ആർട്ടിക്കിളിലെ അത് ഉടമ്പടിയുടെ വിഷയമല്ലേ, അത് ഉടമ്പടി വിഷയമാക്കി നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ പറഞ്ഞു പ്രൊഫസറിനോട്. വൈഫ് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കാര്യം എന്താ? വൈഫ് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഉടമ്പടിയിൽ ടൈം ഷോർട്ടണിങ് എന്ന് പറഞ്ഞ കണ്ടൻ്റ് ഉണ്ട്. ഉടമ്പടിയാക്കണത് എന്താണ്? അതിൻ്റെ അത് ഫീച്ചേഴ്സാണ്. അതിൻ്റെ ഫീച്ചറിൽ ഒരു ഫീച്ചർ എന്താണ്? ടൈം ഷോർട്ടണിങ് ആണ്. ഇപ്പോൾ ഇത് 6 കൊല്ലമായില്ലേ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കാതിരിക്കണത്. ഇപ്പോൾ വൈഫ് ഇതുപോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. അവർ പറഞ്ഞ് ഇതിനകത്ത് ഉടമ്പടി ടൈം ഷോർട്ടണിങ് എന്ന് പറഞ്ഞ കണ്ടൻ്റ് ഉണ്ട്. അതനുസരിച്ചിട്ട് ഉടമ്പടിയിൽ ഈ സബ്ജക്റ്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാതാവ് വിത്തിൻ നോ ടൈം ഈ ആർട്ടിക്കിളെല്ലാം പ്രസിദ്ധീകരിക്കുമെന്ന് പറയും. എന്താ കാര്യം? ഉടമ്പടി വേറെ ഒരു കണ്ടൻ്റ് ഉണ്ട്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിങ്ങൾ ഉടമ്പടിനെ വളരെ സ്കോളർഷിപ്പായിട്ട് പഠിക്കണം. അല്ലാതെ ഇതൊരു നൊവേന പഠിത്തം പോരെ ഈ സംഭവത്തിന്. പക്ഷേ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണ ബുദ്ധിയുള്ള ആൾക്കാരെ ബുദ്ധിപരമായിട്ടാണ് ഉടമ്പടിയെ സമീപിക്കുന്നത്. വൈഫ് പറഞ്ഞിരിക്കുന്നത് ശരിയാ. 2 കണ്ടൻ്റ് ഉണ്ട്. ഒന്നെന്താണ്? ടൈം ഷോർട്ടനിങ് ആണ്. ടൈം ഇങ്ങനെ ഷോർട്ട് ചെയ്ത് വരും, സമയം ചുരുക്കി വരും. 6 കൊല്ലമായ സാധനത്തിന് ചിലപ്പോൾ മാതാവ് എടുത്തിട്ട് 6 മാസം കൊണ്ട് സെറ്റ് ചെയ്യും. അത് വൈഫിന് അറിയാവുന്നതുകൊണ്ട് വൈഫ് ഹസ്ബൻഡ് നിർബന്ധിച്ച് പറയും ഉടമ്പടിയിൽ ഇങ്ങനെ ടൈം ഷോർട്ടൻ കണ്ടൻ്റ് ഉണ്ട്, നിങ്ങൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴേ വേറെ മാർഗമൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് അദ്ദേഹം ഉടമ്പടി എടുത്തിട്ട് ഈ ആർട്ടിക്കിളെല്ലാം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഇപ്പം 6 കൊല്ലമായിട്ട് ഇത് വേണ്ട ചരക്ക് പോലെ കിടക്കുന്ന സാധനമാണ്. ഇനി റിജക്ഷൻ മോഡിൽ കിടക്കേണ്ടത്. അപ്പം അതുകൊണ്ട് അയാൾ ഉടമ്പടി എടുത്തിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ ഇത് ആദ്യം എനിക്ക് ഇത് ചെയ്തു തരണം, അല്ലെങ്കിൽ ഇനി അടുത്ത സ്റ്റെപ്പ് വേറെ ഉണ്ട്, പല സ്റ്റെപ്പ് ഇനി വരുന്നുണ്ടേ. അപ്പം ആദ്യം ഈ സ്റ്റെപ്പ് ചെയ്തു തരണമെന്ന് പറഞ്ഞു. അപ്പോഴേ ഇതിൻ്റെ വിഷയം എന്താണ്? ഉടമ്പടി ടൈം ഷോർട്ടണിങ് പറയണത് എങ്ങനെയാണ്? അതായത് ഈ വെള്ളം കാനായിലും വെള്ളം വീഞ്ഞില്ല, തീർന്നു പോകുന്ന ഒരു അവസ്ഥ വന്നല്ലോ. അപ്പം അവിടെ അമ്മ വന്നിട്ട് പറയണത് എന്താണ്? അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറയും. അപ്പോൾ ഈശോ പറഞ്ഞത് എന്താണ്? എൻ്റെ സമയം, അവിടെയാണ് സമയം വരണത്, എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ട്. അപ്പോൾ ടൈം ഇനിയും ഉണ്ടെന്നാണ് പറയണത്. അതാ വിഷയം. ആ ഒരു വിഷയം സ്വാഭാവികമായി നടക്കണതിന് എടുക്കുന്ന സമയമുണ്ട്. അത് നടക്കത്തില്ലെന്നല്ല ഈശോ പറഞ്ഞത്, അതൊക്കെ നടക്കും. പക്ഷേ ഇറ്റ് നീഡ്സ് ടൈം എന്നാ പറയണത്. സ്വാഭാവികമായി അതിന് സമയം ആവശ്യമാണ്. അപ്പം സമയം ആവശ്യമാണെന്ന് പറഞ്ഞാൽ ശരിയാകുമോ? നിങ്ങൾക്കിപ്പോൾ 34 വയസ്സുണ്ട്, കല്യാണം കഴിക്കാൻ ഇനിയും സമയം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വയസ്സ് കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ മകന് 20 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് 60 വയസ്സാകും. അപ്പോൾ സമയം ഒരു കണ്ടൻ്റാണ് എപ്പോഴും പ്രോബ്ലം. കണ്ടൻ്റല്ല, ഒരു ആൻറ്റി കണ്ടൻ്റാണ്. സമയത്തിന് അഡ്രസ്സ് ചെയ്യാതെ ഒരു പ്രെയർ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മനുഷ്യന്മാരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു പ്രശ്നം സമയം തന്നെയാണ്. നമ്മുടെ ഉത്കണ്ഠയുടെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സമയമില്ല എന്നുള്ളതല്ലേ, അല്ലേ? നമ്മുടെ ഉത്കണ്ഠകളുടെ അടിസ്ഥാന കാരണം എന്താ? സമയം ഇല്ല എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഈ വിസയുടെ കാര്യം പറയത്തില്ലേ, എൻ്റെ അച്ഛ സെപ്റ്റംബറിലാണ് കയറി പോകേണ്ടത്, ഇൻടേക്ക് സെപ്റ്റംബറിലാണ്, എന്നാലേ ജൂണിൽ ക്ലാസ്സിൽ കയറാൻ പറ്റത്തുള്ളൂ. സെപ്റ്റംബറിൽ പരീക്ഷ റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വരുമ്പോൾ ഇൻടേക്ക് തീരുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കരക്ക് നിൽക്കേണ്ടി വരും. ടൈമല്ലേ പ്രശ്നം. എല്ലാ കാലത്തുമുള്ള മനുഷ്യൻ്റെ ഉത്കണ്ഠകളുടെ പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇപ്പം ചേടത്തിയുടെ കല്യാണം ആകുന്നില്ല. ചേടത്തി ഒറ്റക്കാണെങ്കിൽ ചേടത്തിക്ക് പ്രശ്നമില്ല. എന്താ കാര്യം? കല്യാണം നടക്കുമ്പോൾ നടക്കട്ടെ, ജീവിക്കാനുള്ള മാർഗം ആദ്യം കണ്ടെത്താവുന്ന രീതിയിൽ ചേടത്തി നിൽക്കും. പക്ഷേ അനിയത്തി കൊണ്ട് സമ്മതിക്കത്തുമില്ല.
അനിയത്തി എപ്പോഴും ചേട്ടത്തിൻ്റെ കിടത്തേക്ക് കയറി നിങ്ങൾ കെട്ടണില്ലേ, അല്ലെങ്കിൽ ഞാൻ കെട്ടാമെന്ന് പറയും. അതാ പ്രശ്നം. നിങ്ങൾ കെട്ടണമെങ്കിൽ കെട്ടണമെന്ന് പറയണം, കെട്ടലെന്ന് പറയും. ഇവളും മിണ്ടത്തില്ല. കാര്യം ഇവളും മിണ്ടിയിട്ട് കാര്യമില്ലല്ല, അവളും മിണ്ടിയിട്ട് കാര്യമില്ലല്ല, സംഭവം നടക്കണില്ല. അപ്പോൾ എന്നിട്ട് ഇവള് പറയും, ചേട്ടത്തി പറയും, എന്നാൽ നീ കല്യാണം കഴിക്കുമെന്ന് പറയും. പക്ഷെ അപ്പോഴും ചേട്ടത്തിയുടെ മനസ്സിലുണ്ട്, നീ കല്യാണം കഴിച്ച് എനിക്ക് പണി തരല്ലേ എന്ന് മനസ്സിലുണ്ട്. പക്ഷെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ടൈമാണ് പ്രശ്നം. എല്ലാത്തിൻ്റെയും പ്രശ്നം ടൈമാണ്. അപ്പോൾ ടൈമാകുമ്പോൾ ബൈബിൾ തുടങ്ങുമ്പോൾ തന്നെ ടൈമിൽ വെച്ചാണ് ചെയ്യണത്. ടൈമിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ചെയ്യണത്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോ പറയും, സ്വാഭാവികമായ രീതിയിലാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് അവർക്ക് പിള്ളേരുണ്ടാകാതെ വീഞ്ഞുണ്ടാകാൻ സാധ്യതയില്ലെന്ന് പറയും. അതാണ് സമയമായില്ല, അതാണ് വിഷയം. അതിന് മാതാവിൻ്റെ മനസ്സിലുള്ള ഒരു വലിയ ഇക്വേഷനാണ് ഉടമ്പടിക്ക് ഉപയോഗിക്കുന്നത്. എന്താണ്? ഏത് ആകാത്ത സമയം ആക്കിയെടുക്കാൻ എന്താ മാർഗം? അവൻ പറയണത് പോലെ ചെയ്യുകയാണ്. അതാണ് സംഭവം. അവൻ പറയണ പോലെ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാത്ത കാര്യങ്ങൾ നടക്കാത്ത കാര്യങ്ങൾ എങ്ങനെ നടത്തണമെന്നുള്ളതിനെക്കുറിച്ച് മാതാവിന് പരിശുദ്ധാത്മാവ് ഉപദേശിച്ചൊരു മാർഗമാണ് അത്. നടക്കാത്ത കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. നടക്കാത്ത കാര്യമല്ലേ? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അതിൻ്റെ മറുപടി എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, നിന്നിൽ ജനിക്കുന്നവൻ അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അപ്പം നടക്കാത്ത കാര്യം നടത്താൻ ഒരു മാർഗമേ ഉള്ളൂ. എന്താണത്? അത്യുന്നതൻ്റെ ശക്തി എക്സ്ട്രാ പവർ ഉണ്ടാക്കിയെടുക്കാനേ പറ്റത്തുള്ളൂ. അതാണ് വിഷയം. സാധാരണ ശക്തിയല്ല, പുരുഷൻ്റെ ശക്തിയുണ്ട്. അതേസമയം തന്നെ പുരുഷൻ്റെ ശക്തിയിലും അല്ല ഇത് സംഭവിക്കാൻ പോണത്. കാര്യം എന്താണ്? ജനിക്കാൻ പോകുന്ന ശിശു അത്യുന്നതനാണ്. അത് പുരുഷൻ്റെ ശക്തി എന്ന് വരുന്നതല്ല. ഇനി ജനിക്കാൻ പോകുന്ന ശിശു അത്യുന്നതൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ആ പ്രോജക്റ്റ് ഭയങ്കര എലിവേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റാണ്. അത് നടക്കാത്ത കാര്യമാണ്. അപ്പം നടക്കാത്ത കാര്യം നടത്താൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്ന തന്ത്രം എന്താ? അത്യുന്നതൻ്റെ ശക്തി നിന്നിലെ ആവശ്യിക്കും. എൻ്റെ ദൈവപൈതൽ, ഇതാണ് എൻ്റെ ഒരു കറക്റ്റ്. നിങ്ങൾ നടക്കാത്ത കാര്യം നടത്താൻ വേണ്ടി വേറെ ഒരു മാർഗവുമില്ല. എന്താണ്? അത്യുന്നതൻ്റെ ശക്തി നമ്മളിൽ പ്രവർത്തിക്കുക മാത്രമേ ഉള്ളൂ. അപ്പോഴും മറിയത്തിനത് മനസ്സിലായി. മറിയം എന്ത് പറഞ്ഞു? ഇത് എൻ്റെ ഒരു പരിധി, വിശ്വാസത്തിൻ്റെ പരിധിയിൽ, അറിവിൻ്റെ പരിധിയിൽ നിൽക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി. കണ്ട എൻ്റെ വചന സീക്വൻസ് പോണ കണ്ടില്ലേ? ഇത് എൻ്റെ കഴിവിൽ നടക്കണ കാര്യമല്ല. ഇപ്പം ഈ മനുഷ്യൻ്റെ ലേഖനങ്ങളെ ഇൻ്റർനാഷണൽ ലെവലിൽ പ്രസിദ്ധീകരിക്കാൻ 6 കൊല്ലമായിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ ഇനി 60 കൊല്ലം കഴിഞ്ഞാലും പറ്റത്തില്ല. കാര്യം അഡ്വാൻസായി, സബ്ജക്റ്റ് അഡ്വാൻസായി. എല്ലാ ലോകത്തും എല്ലായിടത്തും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയല്ലേ ആ സബ്ജക്റ്റിൽ. അപ്പോൾ അഡ്വാൻസായിട്ട് പോകുന്ന പുതിയ സാധനങ്ങളെ അവർ പ്രസിദ്ധീകരിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഇയാളുടെ കഴിവ് നിൽക്കുന്ന കാര്യങ്ങളല്ല, അത് ഔട്ട്ഡേറ്റഡായിപ്പോയി. അതുകൊണ്ട് തന്നെ ഇത് കാലഹരണപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ എന്താ വേണ്ടത്? ഇവിടെ സ്വന്തം കഴിവിന് ആ ആർട്ടിക്കിൾ റിവൈസ് ചെയ്തിട്ട് കാര്യമില്ല. ആര് റിവൈസ് ചെയ്താലും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ല റിവൈസ് ചെയ്യണ കാര്യങ്ങൾ. അതുകൊണ്ട് എന്താ വേണ്ടത്? ഇതിനകത്ത് ദൈവത്തിൻ്റെ ശക്തിയാണ് ഇതിനകത്ത് ആപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്. അമ്മ എന്താ പറഞ്ഞത്? അതിനുവേണ്ടി എന്താ ചെയ്യണത്? ഇതാ കർത്താവിൻ്റെ ദാസി. അതാണ് വിഷയം. ഇതിൻ്റെ അകത്തൊരു ദാസ്യത എന്നും പറഞ്ഞ് അത്യുന്നതൻ്റെ ശക്തിയാണ് നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യ നടപടിക്രമം എന്താണ്? ദാസനാവുക, ദാസിയാവുക എന്നുള്ളതാണ്. ഇതാണ് വിഷയം. ഇത് വളരെ തന്ത്രപരമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. കാരണം നിൻ്റെ കഴിവിലല്ല ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പിന്നെ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കഴിവിലാണ്. ദൈവത്തിൻ്റെ കഴിവിലാണ് ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത്? ഇത് കർത്താവിൻ്റെ
ദാസനാകണം, അല്ലെങ്കിൽ ദാസിയാകണം. എന്നിട്ട് എന്താ പറയണത്? ഇതാ കർത്താവിൻ്റെ ദാസി എന്താണ്? നിന്റെ വചനം പോലെ, പറഞ്ഞേ, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പൊ ഞാനാണ് ഇതിൻ്റെ അകത്തുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്ന ആള്. ദൈവത്തിൻ്റെ വചനം നിറവേറ്റേണ്ടത് ആരാണ്? ഞാനാണ്. ഞാൻ ആരെപ്പോലെ നിറവേറ്റണം? ദാസിയെപ്പോലെ നിറവേറ്റണം. ദാസിയെപ്പോലെ നിറവേറ്റണം. അപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാവോ? അതാ ഈ ദാസിയെപ്പോലെ നിറവേറ്റുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറയുമ്പോൾ അവിടെ വെച്ച് ആ ഡയലോഗ് എല്ലാം തീർത്തിട്ട് ആ മിഷൻ ഓവറായി മാലാഖ മറഞ്ഞു പോവുകയാണ് ചെയ്യണത്. തീർന്നു. മറിയത്തിനേക്ക് വെടിപ്പും മെനയുള്ളൊരു ആൻസർ കിട്ടി കഴിഞ്ഞപ്പോൾ മാലാഖ മറഞ്ഞു പോയെന്നാണ്. പിന്നെ ടോക്കിൻ്റെ ആവശ്യമില്ല. മറിയം പിന്നെ എന്താ ചെയ്യണത്? ദാസിയായിട്ട് ജീവിക്കുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും യേശു പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മറിയം യഥാർത്ഥ ദാസിയായിട്ട് ജീവിക്കും. ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു ക്രിസ്തുവിനെ ഒരു വിഷയത്തിൽ കക്ഷി ചേർക്കാനുള്ള സ്വാഭാവികമായിട്ടുള്ള മാർഗം അതാണ്. പക്ഷേ ഈ പ്രൊഫസറിനൊരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ ദാസനാക്കാനുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? രണ്ട് കാര്യങ്ങൾ ദാസനും ദാസ്യമാക്കാനുള്ള കണ്ടന്റ് ഉടമ്പടിയിലുള്ളു. ഒന്നെന്താണ്? പത്രം കൊടുക്കുകയാണ്. രണ്ടാമത്തേത് എന്താണ്? ആതുര സേവനമാണ്. ഈ രണ്ട് കണ്ടന്റേ ഉള്ളു. ഈ രണ്ട് കണ്ടന്റാണ് ഇയാളെ റെഡ്യൂസ് ചെയ്തിട്ട് സമയച്ചുരുക്കം പ്രാപിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ദാസനാകണത്. ഈ ദാസനാകുമ്പോൾ ഈ പ്രൊഫസർ 10 കൊണ്ട് നടക്കും. 10 കൊണ്ട് നടക്കുമ്പോൾ അങ്ങേര് ആ പ്രദേശത്തുള്ള ഒരു പ്രധാനപ്പെട്ട കുടുംബത്തിൽ അംഗമാണ്. അവിടെ കുടുംബക്കാർ തന്നെ ഇയാളെ കളിയാക്കും. നാണം കൊണ്ടാണ് ഇവിടെ നിരങ്ങുകയാണ് ഈ 10 കൊണ്ട്. അതോടുകൂടി തന്നെ ഇയാൾക്ക് സംഭ്രമമാവും. കാര്യം എന്താ? സ്വന്തം നാട്ടിൽ തന്നെ വീട്ടുകാർ തന്നെ ബന്ധുക്കൾ തന്നെ ഇയാൾക്ക് പാര വെക്കാൻ തുടങ്ങും. ഇവർക്ക് ഭയങ്കര ചമ്മലാവും 10 കൊണ്ട് നടക്കുമ്പോൾ. കുഞ്ഞ് 10 കഷത്തിൽ വെച്ച് കുരിഞ്ഞാണ് പോണത് കക്ഷി നാട്ടിൽ കൂടി. കാര്യം ചമ്മല. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ടോക്ക് പുള്ളി കേട്ട്. അതാണ് ഈ ഉടമ്പടി ധ്യാനം നിങ്ങളെ കൂടണമെന്ന് പറയണത്. ഈ ഉടമ്പടിയിൽ ഗതി പിടിക്കാൻ കിടക്കുന്ന ആൾക്കാർ ആരാണെന്നറിയാവോ? ഉടമ്പടി ധ്യാനം കൂടാത്തവരാണ്. ഒരു സംശയമില്ലല്ല. അതുകൊണ്ടല്ല 3 പ്രാവശ്യം പുതുക്കും 4 പ്രാവശ്യം പുതുക്കും എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കണം, സാക്ഷ്യം പറഞ്ഞില്ല. സാക്ഷ്യം പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ തന്നെ എനിക്കറിയാം ഈ പിശാച് ഉടമ്പടി കൂടാത്തതാണ്, ധ്യാനം കൂടാത്തതാണെന്ന്. എന്താ സംശയം? പിന്നെ അടുത്ത ചോദ്യം വരും, നിങ്ങൾ ഉടമ്പടി ധ്യാനം ഞാൻ അവസാനം ദിവസം എന്താ പറഞ്ഞത്? അപ്പോൾ ബബ്ബ ജപ എന്ന് പറയും. ഞാൻ പറഞ്ഞ വണ്ടി വിട്ടേക്കാൻ പറയും. ഈ പിശാച് വെറുതെ വയറ്റിപ്പഴപ്പിന് വേണ്ടി കൃപാസനത്തെ ദുരുപനിയോഗിച്ച് ഷീസ് വേസ്റ്റിംഗ് അവർ പ്രഷ്യസ് ടൈം. എൻ്റെ അമൂല്യമായ സമയം ഇവൾ നശിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയും എന്താ കാര്യം? ഇവർ ഉടമ്പടി ജീവിക്കണില്ല, അവർ ഉടമ്പടി ധ്യാനം കൂടണില്ല, ആ ഉടമ്പടി ധ്യാനത്തെ പേക്കണ വെളിപാടുകൾ സ്വീകരിക്കണില്ല. അവൾ ഇവിടെ വെച്ച് എന്തോ എഴുതി കുത്തിയിട്ട് അവൾ വീട്ടിൽ പോയി കുത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവർ കാര്യം സഹായിക്കാൻ വേണ്ടി അവിടെ പോയി ഇടിവെച്ച് നിലയും വിളിച്ച് ചീട്ടും പഠിച്ചിട്ട് വരികയാണ്. ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടിയുടെ നയപരിപാടികളുണ്ട്, കാര്യപരിപാടികളുണ്ട്. അതിലൊന്നെന്താണ്? ഈ പ്രൊഫസറിനോട് പറയുന്നത് എന്താണെന്നറിയാമോ? അപ്പം നാട്ടുകാർ ഇയാളെ കളിയാക്കുകയാണ്. പ്രൊഫസറായി ഇപ്പം പത്രവിൽപ്പനക്കാരനായാന്ന് ചോദിക്കും. പ്രൊഫസറാകാൻ പോയ ആളിപ്പം പത്രവിൽപ്പനക്കാരനായാൽ. അപ്പം ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ പറയും, നിങ്ങൾ എളിമപ്പെടുന്ന അനുസരിച്ച് കൊണ്ട് ദൈവത്തിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും. കാര്യം ബൈബിളിൻ്റെ രീതി അതാണ്. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി. നമ്മുടെ ഉദ്ദേശം എന്താ? ഈ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചെടുക്കാൻ ഇയാളെ കൊണ്ട് പറ്റത്തില്ല. ഇത് ഔട്ട് ഓഫ് ഡേറ്റ് കാലഘട്ടപ്പെട്ട ആർട്ടിക്കിളാണ്. ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ ജേണലിൽ പ്രസിദ്ധീകരിക്കണമെങ്കിൽ ദൈവം തന്നെ ഇടപെടണം. ദൈവം ഇടപെടണമെങ്കിൽ എന്ത് ചെയ്യണം? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ബൈബിളിൻ്റെ ഫോർമുല അതല്ലേ? വചനം എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൊരിന്തോസ് 12:9. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി
ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അപ്പൊ അത് അളന്നും തൂക്കിയുള്ള വചനങ്ങള്. ബലഹീനതാണ് ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായി. അപ്പൊ ദൈവത്തിന്റെ ശക്തി പ്രകടമാകും. പക്ഷെ അവിടെ ഉണ്ട് 50% ശക്തിയുണ്ട്, 100% ശക്തിയുണ്ട്. പൂർണ്ണമായി പ്രകടമാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മാതാവിൻ്റെ പ്രിൻസിപ്പിൾ എടുക്കണം. എന്താണ്? അവിടെ തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ തെക്കൻ പാർത്തു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ, അതാ മരിയൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. ലൂക്ക 1:48. ലൂക്ക 1:48, 49. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ആ വചനത്തിന്റെ സീക്വൻസ് ആൻഡ് റിസൾട്ട് കണ്ടില്ലേ? ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. എന്താണ്? എപ്പോഴാണ്? അവിടുന്ന് തന്നെ ദാസിയുടെ വിനീതാവസ്ഥ പാർത്ത് കഴിയുമ്പോൾ റിസൾട്ടാണ്. ഇപ്പോൾ മുതൽ സകല തലമുറകൾ എന്നെ ഭാഗ്യവതി കീർത്തിക്കും. ശക്തനായി എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഈ പ്രൊഫസറിന് ഈ വചനം കിട്ടിയോടുകൂടി അച്ഛൻ്റെ ഒരു ബൂസ്റ്റിങ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രൊഫസറിന് മനസ്സിലായി, ഈ ആരെല്ലാം കളിയാക്കിയാലും, കുടുംബക്കാർ കളിയാക്കിയാലും, നാട്ടുകാർ കളിയാക്കിയാലും അവൻ്റെ മുഖത്ത് തന്നെ കൊണ്ടുപോയി കൃപാസനം പത്രം കൊടുക്കണം. ദാസ്യവേല, കർത്താവിന് വേണ്ടി ദാസ്യവേല ചെയ്യണം. അപ്പം സത്യസന്ധമാണ്. സത്യസന്ധയുടെ ശുശ്രൂഷയാണ്. ഒളിച്ചപ്പാത്തം ചെയ്യാൻ പറ്റത്തില്ല. പത്രമെടുത്ത് കുമ്പസാരക്കൂടിൻ്റെ അടി വെച്ച് ഓടിക്കളഞ്ഞാൽ നിനക്ക് ജീവിതകാലം മുഴുവൻ ഓടാവുന്നേ പറ്റത്തുള്ളൂ. അത് നീ ഓടണം ആദ്യം ചെയ്യാനാ. സത്യസന്ധമായിട്ട് ഈ വിഷയം ചെയ്യാൻ ഈ പ്രൊഫസർ തയ്യാറായി. അയാളെ പിൻവലിച്ചില്ല. അയാൾ ഈ വിഷയം ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു ആ നാട്ടിൽ തന്നെ, ആ കുടുംബക്കാരുടെ മുന്നിൽ തന്നെ ധൈര്യത്തോടെ ഈ പത്രം കൊടുക്കാൻ തുടങ്ങി, പ്രാർത്ഥിച്ച്. അതെന്താ? അപ്പം എന്ത് പറ്റും? ബലഹീനത ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇപ്പം ദൈവം കളത്തിലിറങ്ങി. അതാണ് വിഷയം. എന്താ പറ്റി? ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാം. ആ ആർട്ടിക്കിളെല്ലാം 3 മാസം കൊണ്ട് ഇൻ്റർനാഷണൽ ജേർണലിലൊക്കെ പ്രസിദ്ധീകരിച്ചു. ഞെട്ടിപ്പോകും നമ്മൾ. 6 കൊല്ലമായിട്ട് കട്ടി പോലിരുന്ന സാധനമാണ് അനങ്ങാപ്പാറയിട്ട്. അതുകൊണ്ടാണ് അമ്മ ഈ ദൈവം പറയണത്, ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന് പറയണില്ലേ? ഈ അൽത്താരയിൽ വന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എനിക്ക് ആദ്യം കിട്ടിയ അനുഗ്രഹം, എൻ്റെ പേര് മായ, ഞാൻ കൊല്ലത്ത് നിന്ന് ഓച്ചിറയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ സഹോദരിയാണ്. അവളാണ് ആദ്യം വന്ന് ഉടമ്പടി എടുത്തത്. 21/10/2023. ഞാൻ 25/10/2023 ഉടമ്പടി എടുത്തത്. എനിക്ക് കടബാധ്യതയുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് നിയോഗം വെച്ചതിനകത്ത് എനിക്കൊരു വസ്തു കൊണ്ട് വിൽക്കാൻ, അതൊന്ന് വിറ്റ് കിട്ടണമെന്നുള്ള അനുഗ്രഹത്തിനാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ചത്. അത് 20 വർഷമായിട്ട് ഞാൻ ആ വസ്തു വിൽക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതിരുന്നതാണ്. അമ്മ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ടും പിന്നെ അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ്റെ അനുഗ്രഹവും കിട്ടി. അച്ഛനെ കാശുരൂപം തന്ന് ആ വസ്തുവിൽ സ്ഥാപിച്ചിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അതുപോലെ ചെയ്തു കഴിഞ്ഞു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അതെനിക്ക് വിറ്റ് കിട്ടി. എൻ്റെ ബാധ്യതകളെല്ലാം തീർന്ന്. പിന്നെ അടുത്തത് ജപമാല റാലിക്ക് മുമ്പ് എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു. 3 വർഷമായിട്ട് എനിക്കിങ്ങനെ കണ്ടിന്യൂസ് നടുവേദന ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ നടുവേദന പൂർണ്ണമായിട്ട് മാറുകയും പിന്നെ ഇന്നോളം എനിക്ക് നടുവേദന ഉണ്ടായിട്ടില്ല. അങ്ങനെ ജപമാല റാലിയിൽ ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്ക് പങ്കെടുക്കാനും പറ്റി. പിന്നെ 3 വർഷമായിട്ടുള്ള നടുവേദനയായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം ഉണക്കിന് കിണറ്റിലെ വെള്ളം ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്നോളം കിണറ്റിലെ വെള്ളത്തിന് കുറവ് വന്നിട്ടില്ല. പിന്നെ എൻ്റെ അമ്മച്ചിക്ക്
മാറിനൊരു മുഴയുണ്ടായിരുന്നു. മൊത്തത്തിൽ മാറ് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞതായിരുന്നു. ഞങ്ങളിവിടെ വന്ന് നിയോഗം വെച്ച് അമ്മച്ചിക്ക് മൊത്തത്തിൽ മാറ് പൂർണ്ണമായി മാറ്റരുതെന്നും കീമോയും ഒന്നും ചെയ്യരുതെന്ന് അങ്ങനെയുള്ള നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് അമ്മച്ചിക്ക് രോഗസൗഖ്യം കിട്ടി. കാരുണ്യ പ്രവൃത്തി ഭക്ഷണശാലയില പൊതിച്ചോറിന് ഞാനവിടെ പൈസ കൊടുക്കും. പിന്നെ വൃദ്ധസദനം സന്ദർശിക്കും. എന്നയാൽ കഴിയുന്നത് ഞാനവിടെ പൈസ കൊടുക്കുകയും പിന്നെ രോഗികളെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ പ്രേക്ഷിത വേല ഇവിടെ വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ഓട്ടോ സ്റ്റാൻഡിൽ. പിന്നെ ഞാൻ പോകുന്ന വഴികളിൽ ആരെ കണ്ടാലും നിർത്തി ഞാൻ ആ പത്രം കൊടുത്ത് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറയും. പിന്നെ എപ്പോഴായാലും എന്തെങ്കിലും ഒരു വിഷമത്തിൻ്റെ കാര്യമുണ്ടായി നമ്മൾ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മച്ചിയുടെ മെഴുകുതിരിക്കകത്ത് ഹൃദയവും പൂവും പോലൊക്കെയുള്ള ചിഹ്നങ്ങൾ കാണിക്കും. അങ്ങനെ എപ്പോഴും അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവൾക്ക് കിട്ടിയ അനുഭവം അവളും പറയും. 21/10/2023 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് പത്രം തന്ന് ആ പത്രം വഴിയാണ് അമ്മയെ അറിഞ്ഞ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. എൻ്റെ പേര് ലേഹ. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. എനിക്ക് ആദ്യമായിട്ട് അമ്മ മാതാവിൽ നിന്നും ഈശോപ്പായിൽ നിന്നും ലഭിച്ച അനുഗ്രഹമെന്ന് പറയാൻ, എൻ്റെ മോളുടെ എഡ്യൂക്കേഷൻ ലോണിന് കൊടുത്തിരുന്നത് അത് റിജക്റ്റ് ആയിപ്പോയി. ആദ്യം ഇരുന്ന മാനേജർ മാറിയത് മുഖേന അത് റിജക്റ്റ് ആക്കിയിട്ട് പോയി. കുഞ്ഞ് പഠിക്കാനും പോയി ബാംഗ്ലൂർ. അത് ഞാൻ മാതാവിൻ്റെ ഉപ്പും കാശുരൂപവും കയ്യിൽ കരുതി ബാങ്കിൽ ചെന്ന് പ്രാർത്ഥിച്ച് ഉപ്പിട്ട് പുതിയ വന്ന മാനേജരോട് കരഞ്ഞു പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തക്കാര്യത്തിന് മാനേജർ ഇത് ശരിയാക്കി തരണമെന്ന്. അങ്ങനെ ആ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ എഡ്യൂക്കേഷൻ ലോണ് ശരിയായി ഫസ്റ്റ് ഗഡു കോളേജ് അക്കൗണ്ടിൽ വിടുകയും കുഞ്ഞ് പഠിക്കാൻ പോവുകയും ചെയ്തു. പിന്നെ അമ്മയുടെ വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ച് ഒത്തിരി സൗഖ്യങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കൂട്ടുകാർക്കും ഞാൻ വഴി അമ്മ മാതാവ് സാധിച്ചു തന്നിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മച്ചിയുടെ കാര്യം, അതും ഞാനും എൻ്റെ അനിയത്തിയും ഒരുപോലെ ഇവിടെ നിയോഗം വെച്ചതാണ്. അതെല്ലാം ആ രോഗം സൗഖ്യമാക്കി എൻ്റെ അമ്മച്ചിയെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകുവാനും ഇപ്പം വന്നിട്ടുണ്ട്. അമ്മച്ചി അവിടെ ഇരിക്കുവാണ്. ഇവിടെ അൽത്താരയിലോട്ട് വന്നില്ല. അമ്മച്ചിയെ ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഞങ്ങൾക്ക് കാണുവാനായിട്ട് അമ്മച്ചിയെ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ച്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറയുന്നത് പത്രം ഇവിടെ മാസത്തിൽ വന്ന് പത്രം മേടിക്കും. അത് എല്ലാവർക്കും പോകുന്ന വഴികളിലും ഓട്ടോ സ്റ്റാൻഡിലും ഹോസ്പിറ്റലുകളിലും എല്ലാം വിതരണം ചെയ്യും. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസങ്ങളിലും കൂടും, അത് ഷെയർ ചെയ്യും. സാക്ഷ്യങ്ങളായാലും എല്ലാം ഷെയർ ചെയ്യും. പിന്നെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം കൂടുകയും പിന്നെ ഉപവാസമെടുക്കുകയും അത് ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യും. അമ്മ മാതാവും ഈശോപ്പായിൽ നിന്നും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. പ്രാർത്ഥന മുടക്കത്തില്ല. പിന്നെ ബൈബിള് വായിക്കും. അച്ഛൻ്റെ ധ്യാനം കൂടിയും എന്നിട്ട് സാക്ഷ്യം കേൾക്കുന്നതും അച്ഛൻ്റെ ധ്യാനമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യും. ഇതെല്ലാമാണ് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി 1000 നന്ദി പറയുന്നു.